ഗുഡ് ഈവനിങ് ഡേസ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ഇല്ലിക്കൽ എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് നമുക്ക് കിടക്കാം. അങ്ങനെ മാർക്കറ്റ് ഇന്ന് കൺസോൾഡേറ്റ് ആയിട്ട് ക്ലോസ് നടത്തി. നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. വലിയ രീതിയിൽ ഡ്രമാറ്റിക് ആയ രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്തില്ല. എവിടെയാണോ മാർക്കറ്റ് ഓപ്പൺ ആയിരുന്നത്, ഏകദേശം 24,750 മാർക്കറ്റ് ഓപ്പൺ ആയിരുന്നത്. ഒരു 100 പോയിന്റ് റാലി രേഖപ്പെടുത്തി 24,850 ഹൈ ക്രിയേറ്റ് ചെയ്തു. വീണ്ടും മാർക്കറ്റ് ഓപ്പൺ ആയ അതേ സ്ഥലത്ത് തന്നെ നെഗറ്റീവായിട്ട് ക്ലോസ് നടത്തി. സെൻസെക്സ് 83 പോയിന്റും നിഫ്റ്റിയിൽ സ്ലൈറ്റ്ലി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇന്ന് ഉണ്ടായിട്ടുള്ളൂ. ഇന്നും ഓട്ടോമൊബൈൽ കമ്പനീസ് ആണ് ഇന്ന് നിഫ്റ്റിയിലെ ഫർദർ ഫോളിന് ഇട വരുത്താതെ ഹെൽപ്പ് ചെയ്തത്. ഐഷർ മോട്ടോഴ്സും M&M എല്ലാം തന്നെ നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിരുന്നു. അദാനി പോർട്ട്, ഇസ്രായേലിലെ ഹഫൈഫ ആ പോർട്ട്, അദാനി പോർട്ടിന് അവിടുത്തെ സ്റ്റേക്ക് ഉണ്ട്. ഇസ്രായേലിൽ ഏകദേശം 30% ആക്ടിവിറ്റി ആ ഒരു പോർട്ടിലൂടെയാണ് നടത്തപ്പെടുന്നത്. അപ്പോൾ ആ അദാനി പോർട്ടിന് സ്റ്റേക്ക് ഉള്ളത് കൊണ്ട് തന്നെ അദാനി പോർട്ട് കഴിഞ്ഞ ഒരു യുദ്ധം തുടങ്ങി അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു സ്ലൈറ്റ്ലി നെഗറ്റീവ് സെന്റിമെന്റ്സിലാണ് പോകുന്നത്. US മാർക്കറ്റ് ഇന്ന് അവധിയാണ്, അവിടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. പക്ഷേ US ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവാണ്. US നിന്ന് ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് ഇന്ന് ഇന്ത്യൻ സമയം 12 AM വരുന്നുണ്ട്. അതൊരു റെലവെന്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ തന്നെയാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും റെഡിലാണ് ട്രേഡിങ് തുടരുന്നത്. ഇനിയിപ്പോൾ യുദ്ധത്തിലേക്ക് വരാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. യുദ്ധം തുടങ്ങി രൂക്ഷമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ അതിനിടയിൽ ഈ ഇറാന്റെ പല മിസൈൽ കേന്ദ്രങ്ങളും ഇസ്രായേൽ തകർത്തിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് 2 ദിവസമായിട്ട് ഇറാന്റെ ഭാഗത്തുനിന്നുള്ള ആക്രമണം കുറവായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ ഇറാൻ ആക്രമണം കടുപ്പിച്ചു. ഇസ്രായേലിൽ അവർ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ഇപ്പോൾ ആൾനാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സീനിലേക്ക് US കടന്നു വരുമോ? കടന്നു വന്നാൽ അത് വലിയ തോതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു ഭീതി. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം, ഭീതി എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. ഇപ്പോൾ താഴെ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവാണ്. ഇന്ത്യ വിക്സ് 14.19, ഡോ ഫ്യൂച്ചർ 234 പോയിന്റ് നെഗറ്റീവ്. ജപ്പാൻ മാർക്കറ്റ് 400 പോയിന്റ് ഇടിഞ്ഞു. കൊറിയ, ചൈന, ഓസ്ട്രേലിയ എല്ലാം തന്നെ അതിന് മുകളിൽ കാണാം. ഫ്ലാറ്റ് ആയിരുന്നു. ഗോൾഡ് വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. സ്പോട്ട് 3367 പെർ ഔൺസ്, ബ്രൻഡോയിൽ 77, ബിറ്റ്കോയിൻ ഫ്ലാറ്റായ രീതിയിൽ ട്രേഡിങ് തുടരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നാളെ സെൻസെക്സിന്റെ എക്സ്പയറി ആണ്. കൂടാതെ തന്നെ വീക്കിലി അവസാനിക്കുന്ന ദിവസമാണ്. പൊതുവെ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളെല്ലാം തന്നെ ട്രെൻഡിങ് ഡേ ആവാറുണ്ട്. ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ ബുള്ളിഷ് അല്ല, ഐദർ സൈഡിലേക്ക് വലിയൊരു മൂവ്മെന്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ വളരെയധികം കോഷ്യസ് ആയിട്ടൊക്കെ മുന്നോട്ട് പോവുക. കാരണം നമ്മൾ ഒരു ട്രേഡ് എടുത്ത് ഇപ്പോൾ നമ്മൾ അവസാനം ചിന്താവിഷയത്തിൽ പറയാറുള്ള കാര്യമാണ്, നമ്മളൊരു മോശം ട്രേഡ് എടുത്ത് ലോസ് വരുത്തുന്നത് നമ്മൾ ഒഴിവാക്കിയാൽ ഒരു നല്ല ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് വരുത്തുന്നത് പോലെയാണ് എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ നമ്മൾ ട്രേഡേഴ്സ് എല്ലാം തന്നെ ട്രേഡ് ചെയ്തില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ട് എനിക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ചെയ്തില്ലെങ്കിൽ നമ്മൾ വളരെ ആബ്സെൻസ് ഫീൽ ചെയ്യും. പക്ഷേ ചെയ്യാതിരിക്കാനുള്ളൊരു കഴിവ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റാണ് ട്രേഡിങ്ങിൽ. കാരണം നമ്മൾ സമയമുണ്ട്, നമ്മളിൽ പൈസയുണ്ട്, നമ്മൾ ഫ്രീ ആണ്, എങ്കിലും ട്രേഡ് ചെയ്യുന്നില്ല. കാരണം മാർക്കറ്റ് മോശമാണ് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് നമ്മൾ മനസ്സിനെ അതിലേക്ക് കൊണ്ടുപോയി എത്തിക്കണം. അത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അതിലേക്ക് ആരൊക്കെയാണ് എത്തി നിൽക്കുന്നത് ഇപ്പോൾ ഈ ഒരു ന്യൂസ് കാണുന്നത്, അവരാണ് ഈ ഒരു മൊമെന്റിൽ വിജയിച്ച ആളുകൾ എന്ന് വേണം പറയാൻ. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ആദ്യം പൈസ റെക്കമെൻഡേഷൻ ഒന്നുമല്ല. ആദ്യം വാരി എനർജി കമ്പനി അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഡബിൾ ആക്കുന്നുണ്ട് എന്നുള്ള ന്യൂസ്. ഗ്രാവിറ്റ ഇന്ത്യ കമ്പനി ഇവരെ സംബന്ധിച്ചുള്ളൊരു ന്യൂസ് ഉള്ളത്, ഇവർ മോത്തിലാൽ ഒസ്വാൾ എന്ന് പറയുന്ന ബ്രോക്കറിംഗ് സ്ഥാപനം ഗ്രാവിറ്റ ഇന്ത്യനെ അപ്ഗ്രേഡ് ചെയ്തതായിട്ടുള്ള ന്യൂസ്. ട്രെൻഡ് കമ്പനിയും അതുപോലെ തന്നെ മക്വറി എന്ന് പറയുന്ന ബ്രോക്കറിംഗ് സ്ഥാപനം അപ്ഗ്രേഡ് ചെയ്തു. അശോക ബിൽഡ്കൗൺ കമ്പനി ഗുയാനയിൽ നിന്ന് പുതിയ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ്. IPO വരുമ്പോൾ എലൻ പാരീസ് ഇൻഡസ്ട്രീസ് IPO ജൂൺ 24 ഓപ്പൺ ആകുന്നുണ്ട്. നെസ്ലെ കമ്പനി ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ജൂൺ 26 ഇവരുടെ റെക്കോർഡ് ഡേറ്റ് ഉള്ളത്. HCL ടെക് IT കമ്പനി ഇവർ US ബേസ്ഡ് ആയിട്ടുള്ളൊരു എനർജി സപ്ലൈസ് കമ്പനി ജസ്റ്റ് എനർജി ആയിട്ട് പുതിയ ജോയിന്റ് വെഞ്ചർ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. മർക്കൻസ് ഫാർമ കമ്പനി ഇവരുടെ പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. KP ഗ്രീൻ കമ്പനി 36 മെഗാവാട്ടിന്റെ സോളാർ പവർ പ്ലാന്റിന്റെ ഓർഡർ ലഭിച്ചു. ടാറ്റ ടെക്നോളജീസ് കമ്പനി വോൾവോ ആയിട്ട് അവർ പുതിയ ഒരു
ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. സ്കൈ ഗോൾഡ് കമ്പനിയിൽ നിന്ന് 5% ഇടിവ് രേഖപ്പെടുത്തി. കാരണം ഇവരുടെ പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് സെല്ല് ചെയ്യുന്നു. കൂടാതെ സ്റ്റോക്ക് ASM കാറ്റഗറിയിലേക്ക് മാറി. ASM കാറ്റഗറി എന്ന് പറഞ്ഞാൽ അഡീഷണൽ സർവൈലൻസ് മെഷേഴ്സ്. ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എന്തെങ്കിലും അൺയൂഷ്വൽ ആയ രീതിയിൽ ഇവരുടെ പ്രൈസ് മാറുമ്പോൾ എക്സ്ചേഞ്ച് തന്നെ ഏർപ്പെടുത്തുന്നതാണ് ASM GSM കാറ്റഗറി. ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന സ്റ്റോക്കുകൾ അന്ന് നമുക്ക് ഇൻട്രാഡേ ചെയ്യാനായിട്ട് പറ്റാറില്ല. കോൺകോർ കമ്പനി ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ജൂലൈ 4 ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ്. യുനോ മിൻഡ കമ്പനി ഇവിടെ ഡൈ കാസ്റ്റിംഗ് പ്ലാന്റ് ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ പോവുകയാണ്. 200 കോടി രൂപ അവർ ഇതിനു വേണ്ടി മുടക്കും. സെക്യൂർ ക്ലൗഡ് കമ്പനി AI സിസ്റ്റം ലോഞ്ച് ചെയ്തു എന്നുള്ള ന്യൂസ്. കാമത്ത് ഹോട്ടൽ കമ്പനി IEX ഡെവലപ്പേഴ്സ് ആയിട്ട് ഇവർ കൊളാബ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ന്യൂസ്. ITD സെമെന്റേഷൻ കമ്പനി ട്രിവാൻഡ്രം എയർപോർട്ടിന്റെ ഭാഗത്ത് നിന്ന് 900 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു എന്നുള്ള ന്യൂസ് ഉണ്ട്. ഡ്രീം ഫോക്ക് കമ്പനി ട്രാവൽ രംഗത്തുള്ള ലീഡിംഗ് കമ്പനിയാണ്. അപ്പോൾ ഇവരുടെ ക്ലയന്റ് ബേസ് എല്ലാം തന്നെ കൊഴിഞ്ഞു പോകുന്നുണ്ടെന്നുള്ള ഒരു കാരണം കൊണ്ട് ICC ആക്സിസ് എല്ലാം തന്നെ ഇവരായിട്ടുള്ള ടൈപ്പ് അവസാനിച്ചേക്കാം എന്നുള്ള അഭ്യൂഹങ്ങൾ വരുന്നു. ഡ്രീം ഫോക്ക് നിന്ന് 10% ഇടിവ് രേഖപ്പെടുത്തി. എംടാ ടെക് കമ്പനി 90 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. തിലകനഗർ ഇൻഡസ്ട്രീസ് കമ്പനി ഇമ്പീരിയൽ ബ്ലൂ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിനെ ഇവർ അക്യൂർ ചെയ്തതായിട്ടാണ് ഇപ്പോഴുള്ള ന്യൂസ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ US മാർക്കറ്റ് ഇന്ന് അവധിയാണ്. US ഫ്യൂച്ചർ നെഗറ്റീവ് ആണെന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഒരു ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് പോകുകയാണെങ്കിൽ എല്ലാ ദിവസവും ചിന്താവിഷയം കിട്ടണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പറയണം എന്നുള്ളൊരു നിർബന്ധം വെക്കുമ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് പറഞ്ഞു പോകും. അപ്പോൾ ആർട്ടിഫിഷ്യൽ വേണ്ട, നമ്മൾ ഓർഗാനിക്കായിട്ട് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. കാരണം സ്റ്റോക്ക് ന്യൂസ് ഇവിടം തൊട്ട് ഇവിടം വരെ വേറെ കട്ടൊന്നും ഇല്ലാതെ ഡയറക്റ്റാണ്. അപ്പോൾ ഓർഗാനിക്കായിട്ട് ഇപ്പോൾ മനസ്സിൽ വന്ന ഒരു കാര്യം, ഈ പല ഈവൻറ്റുകൾ ഉണ്ടാവും. നമുക്ക് പല ട്രേഡേഴ്സിന് എസ്പെഷ്യലി ഡെറിവേറ്റീവിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് പല സമയത്തും അവർക്കുണ്ടായിട്ടുള്ള വലിയ ലോസുകൾ എന്ന് പറയുന്നത് ട്രേഡിംഗ് ടൈമിൽ ഉണ്ടായ ലോസ് ആയിരിക്കില്ല. അതായത് ഒരു ട്രേഡിലേക്ക് കടന്നു, ആ ട്രേഡിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള SL ഒന്നും അല്ല നമ്മളെ വലിയ ലോസ്. നമ്മളെ വലിയ ലോസ് എന്ന് പറയുന്നത് ഓവർനൈറ്റ് ഏതെങ്കിലും ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്ത് നെക്സ്റ്റ് ഡേ വലിയ ഹ്യൂജ് ഗ്യാപ്പ് അപ്പിലോ ഗ്യാപ്പ് ഡൗണിലോ വന്ന് നമ്മളുടെ നിലവിൽ ഉള്ള ഓവർനൈറ്റ് പൊസിഷന് എഗെയിൻസ്റ്റ് വന്നിട്ടുള്ള ലോസാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ലോസ് ഒട്ടുമിക്ക ആളുകളുടെ. ഇത് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യണം? ഓവർനൈറ്റ് പൊസിഷൻ വെക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു മാർഗം. ഏതവസരത്തിൽ ഗ്ലോബൽ അൺസർട്ടനിറ്റി നിലനിൽക്കുമ്പോൾ വലിയൊരു ഈവന്റ് വരുന്ന ദിവസങ്ങളിൽ, അങ്ങനെയുള്ള ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ചില ആളുകൾ ചില സമയത്ത് ചെറിയൊരു പ്രീമിയത്തിന് മാത്രം കയറും. ആ പ്രീമിയം വേണ്ടാതങ്ങ് വെക്കുക. അപ്പോൾ ഓവർനൈറ്റ് പരമാവധി ഇത്തരം സാഹചര്യത്തിൽ യുദ്ധം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓവർനൈറ്റ് പൊസിഷൻ വേണ്ടാന്ന് തീരുമാനിക്കുകയാണെങ്കിൽ നമ്മളെ ഇയർലി PNL ഒക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാവും. ഈ കഴിഞ്ഞ ഇപ്പോൾ എനിക്ക് ലോസ് വന്നിട്ടുള്ള ഒരു സിനാരിയോ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഈ ട്രംപിൻ്റെ താരിഫിൻ്റെ ഒക്കെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഒരു ദിവസം മാർക്കറ്റ് വലിയൊരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. അപ്പോൾ അന്ന് ഓവർനൈറ്റ് പൊസിഷൻ ഹോൾഡ് ചെയ്ത് എല്ലാവർക്കും നഷ്ടം വന്നു. അപ്പോൾ അത്തരം ഓവർനൈറ്റ് പൊസിഷൻസ് ഒഴിവാക്കി നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡേ ട്രേഡ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡേ ട്രേഡിൽ ഉണ്ടാകുന്ന ലോസ് എന്ന് പറയുന്നത് ലിമിറ്റഡാണ്. അല്ലാതെ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ലോസുകൾ ഹ്യൂജ് ആയിരിക്കും. ശരിയല്ലേ എന്ന് നിങ്ങൾ പറയണം കമൻറ്റിൽ. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.